ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ അടുത്തയിടെ വെഞ്ചരിച്ച മുരിക്കാശ്ശേരിയിലെ പുതിയ ദേവാലയത്തിൽ പുതുതായിട്ട് പണിത കുമ്പസാരക്കൂടിനെ പരിചയപ്പെടുത്തുകയാണ്. ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഏറ്റവും പവിത്രമായി പരികർമ്മം ചെയ്യേണ്ട കുദാശയാണ് അനുരഞ്ജന കുദാശ. അത് ദേവാലയത്തിൽ തിരുക്കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് പ്രായോഗികമായി ശബ്ദം കൊണ്ട് കുമ്പസാരം നടത്താൻ സാധിക്കാതെ വന്ന സാഹചര്യത്തിലാണ് ഇങ്ങനൊരു കുമ്പസാരക്കൂട് നമ്മൾ നിർമ്മിച്ചത്. അതിന് കാരണമായ ഇതാണ്, ഇവിടെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ഈ കുമ്പസാര വേദി ഒരുക്കിയിരിക്കുന്നത്. ആദ്യമേ തന്നെ ഇവിടെ കുമ്പസാരത്തിൽ ഒരുക്കമായിട്ടുള്ള പ്രാർത്ഥന നമ്മൾ കാണാതെ പഠിക്കേണ്ടതാണ്. എങ്കിലും മറന്നുപോയവരോ ആ സമയത്ത് ഓർക്കാൻ പറ്റാതെ വന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥന ചെയ്ത് ഒരുങ്ങാനായിട്ട് കുമ്പസാരത്തിന് വേഗം മനസ്താപ പ്രകടനം ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രായമായ ആളുകൾക്ക് ഇരുന്ന് കുമ്പസാരിക്കുന്നതിനുള്ള സൗകര്യം അവിടെയുണ്ട്, മുട്ടുകുത്താനുള്ള സൗകര്യമുണ്ട്. ഇതിനകത്ത് കയറുമ്പോൾ ഈ വാതില് അടച്ചിടണം, അതിനുള്ള സൗകര്യങ്ങൾ അതിനകത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. ഈ വാതിൽ അടച്ചിട്ടിട്ടാൽ മാത്രമേ കുമ്പസാരം നടക്കുകയുള്ളൂ. അകത്ത് ആള് ഉള്ള സമയത്ത് ഇവിടെ ചുവന്ന ലൈറ്റ് ആയിരിക്കും തെളിയുന്നത്. ഈ പച്ച ലൈറ്റ് കണ്ടാൽ മാത്രമേ ഇവിടുന്ന് അകത്ത് കയറാനുള്ള അനുവാദമുള്ളൂ. അല്ലാത്ത സമയത്ത് അതിനകത്ത് ആളുണ്ട് എന്നുള്ളതാണ് അതിന്റെ സൂചന. അപ്പോൾ ആളുകൾ ഇവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ പച്ച ലൈറ്റ് നോക്കി കുമ്പസാര വേദിയിലേക്ക് പ്രവേശിക്കണം. ചുവപ്പ് ലൈറ്റ് ആണെങ്കിൽ കയറരുത്. അപ്പൊ അതിനകത്ത് ആളുണ്ട് എന്നുള്ളതാണ് അതിന്റെ സൂചന. കുമ്പസാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഈ വാതില് ഭദ്രമായിട്ട് അടച്ചിട്ട് പോകണം, തുറന്നിട്ടിട്ട് പോകരുത്. അപ്പൊ സ്വരം അകത്തേക്ക് കയറും. കുമ്പസാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ വാതിൽ അടച്ചു എന്നോർത്ത് വരുത്തി പോവുക. അതുപോലെ കുമ്പസാരം നടക്കുന്ന സമയത്ത് ഇവിടെ അച്ഛൻ വന്നിട്ടുണ്ടോ ഇതൊന്നും ആരും അവിടെ നിന്ന് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ മുകളിൽ പള്ളിയുടെ ആൾത്താരയുടെ സൈഡ് വശത്ത് കുമ്പസാരം എന്നുള്ള LED ഒരു ചെറിയ ലൈറ്റ് അവിടെ, ഒരു ബോർഡ് അവിടെ തെളിഞ്ഞു വരും. അപ്പൊ തെളിയിച്ച് കുമ്പസാരം എഴുതി കാണിക്കുന്ന സമയത്ത് മാത്രം കുമ്പസാര വേദിയിലോട്ട് വന്നാൽ മതിയാകും. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും കുമ്പസാര വേദി ഉപയോഗിച്ച് കുമ്പസാരിക്കാനും സമാധാനപരമായി കുമ്പസാരിച്ച് പൂർണ്ണമാക്കാനും ഇത് സഹായകരമാകും. ഇതിന്റെ നിർമ്മാണത്തിനൊക്കെ സഹകരിച്ച എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയും. താങ്ക് യു.